ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, ദാനിയേലെ, ശരിയായതറിയുന്നതിനു വേണ്ടി നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പ് നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കാണും, എളിമപ്പെടും. പക്ഷെ പലപ്പോഴും മനുഷ്യൻ്റെ മേൽ ദൈവാനുഗ്രഹങ്ങൾ വരാത്തതിൻ്റെ കാരണം അവന് ഈ എളിമയില്ല. ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു എളിമപ്പെടും, അനുതാപം, എളിമയുണ്ട്. അതുകൊണ്ട് യെശയ്യാ 62 നമ്മൾ എപ്പോഴും പറയുന്ന വചനം ആത്മാവിൽ എളിമയും അനുതാപവും. അതാണ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. എളിമപ്പെട്ടവൻ പ്രാർത്ഥിക്കുകയാണ്, കരുണയായിരിക്കണമേ, എൻ്റെ യോഗ്യതയല്ല ദൈവം, നിൻ്റെ യോഗ്യത കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുന്നതെന്നൊരു വ്യക്തി എപ്പോഴും ദൈവത്തോട് പറയുന്ന നിമിഷമാണ് ഈ കരുണയുടെ പ്രാർത്ഥനയുടെ സമയം. കാരണം മോശെ ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചകനായിട്ട് ദൈവം അയക്കുന്നതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം പറയുന്നുണ്ട്, എൻ്റെ ജനത്തിന് നിലവിളി ഞാൻ കേട്ടു. അപ്പോൾ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവകരുണ നേടിയെടുക്കാനുള്ള വഴിയെക്കുറിച്ച് പറയുമ്പോൾ അത് ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവിൽ തന്നെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2-ാം ഭാഗത്ത്, അതായത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ. അതായത് ഈ കരുണ കിട്ടണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടും എന്ത് കാണിക്കണം? കരുണ കാണിക്കണം, ക്ഷമിക്കണം. മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് നമുക്ക് കരുണ കിട്ടുക. എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ കരുണ കിട്ടണമെങ്കിൽ ഞാൻ കരുണ കാണിക്കണമെന്ന് പറയും. വലിയ നിയമമാണത്. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. അപ്പോൾ കരുണ കിട്ടണമെന്ന് തന്നെ നമ്മൾ ചുറ്റുമുള്ള ആൾ കരുണ കാണിക്കണം. കുരിശിൽ കടന്നുകൊണ്ട് ഈശോ നമുക്ക് ഏറ്റവും വലിയ മാതൃക എന്താ? പിതാവേ, ഇവിടെ ചെന്നവർ അറിയുന്നില്ല, നീ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോ കുരിശിൽ 3 ആണി കടന്നുകൊണ്ട് എന്തോ ഒരു വേദനയുടെ നടുവിലല്ലേ പടയാളികൾ അവനെ കുത്തി നുറിയേൽപ്പിച്ച് നഗ്നനാക്കി ഇങ്ങനെ കടത്തിയിരിക്കുക. എന്തോ ഒരു ആക്ഷേപങ്ങൾ, നിന്ദനങ്ങൾ നടുവിലും പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈശോ, പിതാവ് ഉയർച്ചവർ ഈശോ മരണം വരെയും അവൻ നമ്മളോട് ക്ഷമിക്കുന്നു. അതാണ് ഈശോ നമുക്ക് ഏറ്റവും വലിയ മാതൃക. ഇതാണ് ദൈവകരുണ കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. നമ്മളെ ദ്രോഹിച്ചവരോട്, നമ്മളെ നശിപ്പിച്ചവർ, നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ, നമ്മളെ അപകടപ്പെടുത്തുന്നവർ, നമ്മളെ ഒറ്റപ്പെടുത്തുന്നവർ, നമ്മൾ മുറിവേൽപ്പിച്ചവർ, നമ്മുടെ സമ്പത്ത് മോഷ്ടിച്ചവർ, നമ്മുടെ സൽപ്പേര് കളഞ്ഞവർ, നമ്മളെപ്പോഴും കുറ്റം പറയുന്നവർ, നമ്മളെ ശപിക്കുന്നവർ, നമ്മൾ മുഖത്തിടിക്കുന്നവർ, നമ്മളെ ചെറുതാക്കുന്നവർ, നമ്മൾ നാണം കെടുത്തുന്നവർ, നമ്മളെ പരിഹസിക്കുന്നവർ, നമ്മളെ സഹായിക്കാത്തവർ, ഒരു വിധത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത അവരോടൊക്കെ നമ്മൾ മരണം വരെയും അന്ത്യശ്വാസം വരെ ക്ഷമിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അത് ചെയ്യുമ്പോഴാണ് ഈ ദൈവത്തിൻ്റെ അനന്തമായ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റുക.